മാഷേ ഈ മറ്റേ ഷാഫി പറമ്പിൽ എവിടെയായിരുന്നു എന്നാളുകൾ ചോദിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ കൂടെ ബീഹാറിൽ കറങ്ങോ വോട്ട് തെണ്ടൽ യാത്രയൊക്കെ ഉണ്ടല്ലോ. സംഗതി പൊളിഞ്ഞു പോയി ആ രാഹുൽ യാത്രയും, കാരണം കള്ളക്കണക്കാണെന്ന് സഞ്ജയ് കുമാർ വന്ന് പറഞ്ഞോടുകൂടി അതിൻ്റെ കാറ്റുപോയി. എങ്കിലും അവിടെയായിരുന്നു ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിൽ പക്ഷേ പത്രസമ്മേളനമൊക്കെ നടത്തി അദ്ദേഹം ആത്മസുഹൃത്തായ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിച്ചപ്പോൾ പറഞ്ഞത് ധാർമ്മികത ഉയർത്തിപ്പിടിച്ചു, രാജിവെച്ചു മാങ്കൂട്ടത്തിൽ എന്നൊക്കെയാണ്. പക്ഷെ രാജിവെച്ചത് മറ്റേ യൂത്ത് കോൺഗ്രസ് സ്ഥാനം മാത്രമാണല്ലോ. ഈ ജനം തെരഞ്ഞെടുത്തത് ഇയാളെ വിശ്വസിച്ചിട്ടാണല്ലോ. ഇയാൾ പൊതു രംഗത്ത് മാന്യത, മര്യാദ, അന്തസ്സ് ഇതൊക്കെ ഉയർത്തിപ്പിടിക്കും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ അങ്ങനെ വേണമല്ലോ. ആദർശശാലികളായിരുന്നല്ലോ നമ്മൾ മുമ്പൊക്കെ കണ്ടിരുന്നവരൊക്കെ. പക്ഷേ ജനം തിരഞ്ഞെടുത്ത ആ സ്ഥാനത്ത് നിന്ന്, കാരണം ജനത്തിൻ്റെ വിശ്വാസം കളഞ്ഞു കുളിച്ചത് കൊണ്ട്, മറ്റേത് പാർട്ടി നോമിനേറ്റ് ചെയ്യുന്നൊരു സ്ഥാനമാണ്, അത് രാജിവെക്കുന്നതിൽ കഥയില്ല. അപ്പോൾ ഈ ഷാഫി പറമ്പിൽ മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിൽ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചു എന്ന് വാദിക്കുന്നതിൽ കഴമ്പുണ്ടോ? ഒരു ധാർമ്മികതയും ഇതിനകത്ത് ഇല്ല എന്ന് മാത്രമല്ല, ഈ കേസിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഉള്ളത് യഥാർത്ഥത്തിൽ ഷാഫി പറമ്പിലിനാണ്. ഇപ്പോൾ സാറിന് ഓർമ്മയില്ല, സാർ അത് എഴുതിയിട്ടുണ്ടല്ലോ പലപ്പോഴും, ഈ ഒരണ സമരത്തിൻ്റെയൊക്കെ കാലത്ത് യുവാക്കളാണുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നത് കോൺഗ്രസ്സിൽ. തിളക്കുന്ന യുവ തുർക്കികളുടെ ഗ്രൂപ്പായിരുന്നല്ലോ അന്നൊക്കെ. അതുപോലെ കേരളത്തിൽ ഷാഫി പറമ്പിലിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ അടുത്ത കാലത്ത് വളരെ കൊണ്ടുപിടിച്ച് നടക്കുന്നുണ്ട്. അതിനുവേണ്ടി വലിയ ഫാൻസ് ഗ്രൂപ്പുകളുണ്ട്. ആ ഫാൻ ബേസിൻ്റെ ഒരാളായിട്ട് ഷാഫി പറമ്പിൽ അടുത്ത യൂത്ത് പ്രസിഡന്റ് എൻ്റെ ആളായിരിക്കണം എന്ന് പറയുന്നുണ്ടെന്ന് മാത്രമല്ല, ഷാഫി പറമ്പിലിനെ കുറിച്ച് ടൂ ഏർലി എന്ന് നമുക്ക് തോന്നിയ ഒരു ആരോപണം കേട്ടിട്ടുണ്ടോ സാറ്? കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രി എന്നാ ഷാഫി പറമ്പിലിനെ കുറിച്ച് വലിയ പ്രചാരണം അവർ നടത്തുന്നത്. അദ്ദേഹം പറഞ്ഞതാണോ അല്ലെങ്കിൽ അനുയായികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഷാഫി പറമ്പിൽ ഒരു പ്രധാനപ്പെട്ട ഈ യുവനിരയുടെ ഒരു അച്ചുതണ്ടായി മാറിയിട്ടുണ്ട്. ഷാഫി പറമ്പിലിന്റെ ഏറ്റവും അടുത്ത അനുയായിയായിട്ട് അദ്ദേഹം ഫില്ല് ചെയ്യുന്നത് എം.ഐ. ഷാനവാസിന്റെ സ്ഥാനമായിരിക്കും. എം.ഐ. ഷാനവാസ് ഒന്നും ആവില്ല സാർ. എം.ഐ. ഷാനവാസ് ഇത്രത്തോളൊന്നും എത്തിയിരുന്നില്ലല്ലോ, ഈ പ്രായത്തിൽ എത്തിയിട്ടില്ല. എം.ഐ. ഷാനവാസ് ഒരുപാട് തവണ തോറ്റ് കഷ്ടപ്പെട്ട് അവസാനം മുസ്ലിം പ്രാതിനിധ്യമെങ്കിലും ചോദിച്ചു വാങ്ങാവുന്ന ഒരു അവസ്ഥയിലെത്തിയപ്പോഴാണ് വയനാട്ടിൽ പോയി MP എങ്കിലും ആയത്. അതിനു മുമ്പ് എന്തായി അദ്ദേഹം? ഷാഫി പറമ്പിൽ ഈ പ്രായം കൊണ്ട് എവിടെ എത്തി? അപ്പോൾ ഷാഫി പറമ്പിൽ ഒരു വലിയ എല്ലാ ഗ്രൂപ്പുകൾക്കും അതീതമായ ഒരു യുവ തുർക്കികളുടെ ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കുകയും അതിൻ്റെ തൊട്ടടുത്ത അവൻ്റെ അനുയായിയായിട്ടാണ് എല്ലാം തീരുമാനിച്ചത്. അങ്ങനെയാണല്ലോ. പാലക്കാട് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച ആരാണ്? യഥാർത്ഥത്തിൽ ഷാഫി പറമ്പിലാണല്ലോ. ജയിപ്പിച്ചത് ഞാനാണ് എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞുകൊണ്ടിരുന്നല്ലോ. വടകരയിലപ്പോൾ ഷാഫി പറമ്പിലിനെ സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചത് ആരാ? വടകരയിലേക്ക് ഷാഫിയെ തള്ളിയത് സംഘടനാ തീരുമാനമാണെന്ന് തോന്നുന്നു. ആരൊക്കെ അതിൻ്റെ പിന്നിൽ നിന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് അത് മുരളീധരൻ പറഞ്ഞിട്ടുണ്ടല്ലോ. സമുദായ പ്രാതിനിധ്യം കൂടി പരിഗണിക്കുകയും കൂടി ചെയ്യേണ്ടി വന്നൊരു ഘട്ടത്തിലാണ് ഞാൻ മാറേണ്ടി വന്നത്, വടകരയിൽ നിന്ന് മാറി ഷാഫി അങ്ങോട്ട് അയക്കേണ്ടി വന്നതെന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു കൃത്യമായൊരു ധാരണ എത്തിയല്ലോ കോൺഗ്രസ് ഇടക്ക്. ഈ പറഞ്ഞ ഈ സമുദായ പ്രാതിനിധ്യം പരിഗണിക്കും. ഇപ്പോൾ KPCC പുനഃസംഘടനയിലും കണ്ടില്ലേ, വളരെ കൃത്യമായ സമുദായ വീതം വെപ്പാണല്ലോ. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് അങ്ങനെ പോയതായിരിക്കും. എന്തായാലും ഷാഫിക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നപ്പോൾ ഷാഫി കൃത്യമായിട്ട് ആരെയാണോ ഇരുത്തേണ്ടത് തീരുമാനിച്ചു, എന്ന് വെച്ചാൽ പിൻഗാമിയെ തീരുമാനിച്ചു. അപ്പോൾ ഷാഫിക്ക് ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച എല്ലാ പെൺകുട്ടികളും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, പാർട്ടിക്കകത്ത് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്നോ പ്രകടമായിരുന്നു. ഞങ്ങളൊക്കെ തന്നെ പാർട്ടിയോട് പരാതിപ്പെട്ടു. പഠിക്കുമ്പോഴും ഇങ്ങനെയായിരുന്നു ആനി രാജ അവിടെ നിന്നുള്ള ഒരു സാക്ഷ്യപത്രവും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പഠിക്കുമ്പോഴും കയ്യിലിരിപ്പ് എന്താണോ, അല്ലെങ്കിൽ ഞാനിതിനെ മനസ്സിലാക്കുന്നത് ഫിസിക്കലി ആൻഡ് മെൻ്റലി സിക്കാണ് ആ പയ്യൻ. ഈ വന്നിട്ടുള്ള എക്സ്പ്ലനേഷനൊക്കെ രോഗലക്ഷണങ്ങളൊക്കെ കണ്ടു നോക്കുമ്പോൾ അത് ഒരു പ്രണയത്തിൻ്റെ മൗലികമായ അടയാളങ്ങളൊന്നും കാണിക്കുന്നില്ല. സാറ് തന്നെ നടത്തിയൊരു പ്രഖ്യാപനം അധിനിവേശമാണ് അല്ലേ? അവൻ ഒരു തരം ഈ പെൺകുട്ടി എന്ന് പറയുന്നത് ഇവന് ആക്രമിച്ച് കീഴടക്കി കീറി മുറിക്കാനുള്ള ഒരു കോളനി രാജ്യം പോലെയാണ്. അദ്ദേഹം നെഹ്റുവിൻ അവകാശപ്പെട്ടിട്ടുണ്ട്.
എൻ്റെ പൊന്നു സാറേ, നെഹ്റു എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വിചാരിക്കുന്നത് ഒരു വിയോജിപ്പ് നമുക്ക് പറയാലോ. നെഹ്റു റൊമാൻറ്റിക്കാണ്. നെഹ്റുവിന് ഈ പറഞ്ഞ യാതൊരു ഇന്ത്യൻ സദാചാരങ്ങളൊന്നും അദ്ദേഹം പാലിച്ചിട്ടില്ല ജീവിതത്തിൽ ഒരിക്കലും. പക്ഷെ അദ്ദേഹം ഒരിക്കലും ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിന് അദ്ദേഹത്തിന് പറ്റില്ല. അത്ര കാൽപ്പനികമാണ് ആ ഇയാൾ മനസ്സ്. ഗർഭിണിയോട് ചോദിക്കുകയാണ് മാങ്കൂട്ടത്തിൽ, നിന്നെ കൊല്ലാൻ എനിക്ക് എത്ര സെക്കൻഡ് വേണമെന്നാണ് നീ കഷ്ടമാണ് സാർ, കരുതുന്നത്? എന്തൊരു കഷ്ടമാണ്. അതും പ്രണയത്തിന്റെ കുറെ പടവുകൾ കടന്നിട്ട്. ഗാന്ധിയനും കൂടിയാണല്ലോ, അല്ലേ? ഗാന്ധിയനാണെന്ന്. അഹിംസാവാദിയാണല്ലോ. അഹിംസാവാദിയാണ്, ഗാന്ധിയനാണ്. ഇനി വേണം നെഹ്റുവിനാന്ന് വെച്ചോളൂ. നെഹ്റുവിനായിരുന്നു. ഞാൻ ശശി തരൂരിനെ കുറിച്ചുള്ള എല്ലാ വിയോജിപ്പുകളോടുകൂടി ഞാൻ പറയും, ശശി തരൂരിന് ഒരാളെ കൊല്ലാൻ കഴിയില്ല എന്ന് ഞാൻ പറയുന്ന അദ്ദേഹത്തിന്റെ റൊമാൻറ്റിക്. നെഹ്റുവും ആരോടും കൊല്ലുന്നു പറഞ്ഞിട്ടില്ല. പറയില്ല. കാരണം എന്താന്ന് വെച്ചാൽ ശ്രദ്ധാമാത ഇയാളുടെ ചാപ്പിള്ളയെ പ്രസവിച്ചെങ്കിലും ശ്രദ്ധാമാതയും ഇയാളെ തള്ളി പറഞ്ഞില്ല. അത്രയേറെ ഇഷ്ടമായിരുന്നു അവർക്ക്, അടുപ്പമുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ഒന്നും വേണ്ട സാർ. ഈ പ്രണയത്തിന്റെ പടവുകളൊക്കെ കയറി ഇറങ്ങിയിട്ട് ഒരു ഫിസിക്കൽ റിലേഷനിൽ എത്തുന്ന എപ്പോഴാണ്? അത്രയേറെ ഇൻറ്റിമസി ഉണ്ടാകുമ്പോഴല്ലേ. പിന്നെയും ആ പെണ്ണിനെ ചീത്ത വിളിക്കാനും അധിക്ഷേപിക്കാനും ആക്രമിക്കാനും വേദനിപ്പിക്കാനും കഴിയുക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യന് കഴിയുക. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇദ്ദേഹം നോർമൽ അല്ല, സിക്കാണ്. അപ്പൊ ഈ അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യമുണ്ട്. ഇയാൾ സിക്കാണെന്നുള്ളത് ഇയാളുടെ ഉത്തമ സുഹൃത്തായ ഷാഫി പറമ്പിൽ നിന്ന് നേരത്തെ അറിയാമായിരിക്കുമല്ലോ. എക്സാക്ട്ലി, അതാണ് സാർ ഇതിലെ പോയിന്റ്, മെയിൻ പോയിന്റ് അതാണ്. നേരത്തെ അറിയാമായിരുന്നു എന്ന് അറിഞ്ഞിരിക്കണം എന്ന് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് പാർട്ടിക്കകത്ത് ഞങ്ങൾ എല്ലാ ഗോഡ് ഫാദേഴ്സിനോടും പരാതിപ്പെട്ടിരുന്നു. ഈ പെൺകുട്ടികൾ പലരും പറയും, 3 പേരെങ്കിലും പറഞ്ഞ് ഞാൻ കേട്ടു. അങ്ങനെയാണെങ്കിൽ ഷാഫി മാത്രം അറിയാതെ പോകും. അല്ലെങ്കിൽ വി ഡി സതീശനെ പോലുള്ളവർ ഇത് തടയാൻ ശ്രമിച്ചപ്പോഴും ഷാഫി ആയിരിക്കുമല്ലോ പ്രതിരോധിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് ഷാഫി ഇതിൽ പ്രധാനപ്പെട്ട പ്രതിയാണ്. ഷാഫി ഇപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഡിഫെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് PV അൻവറിനെ പി ഡി സതീശിന്റെ ഒക്കെ അനുവാദം ഇല്ലാതെ രാഹുൽ മാങ്കൂട്ടം പോയി കണ്ടല്ലോ. അത് ഷാഫി പറമ്പിൽ പറഞ്ഞിട്ടാകാനല്ലേ സാധ്യത? അതിന് സാധ്യതയുണ്ട്. ഇതിനകത്ത് ഷാഫിക്ക് ഈ അൻവർ ഉൾപ്പെടെയുള്ളവരെ കോൺഗ്രസിനകത്ത് കൊണ്ടുവരാനും അതിനകത്തൊരു ഇസ്ലാമിക സാമ്രാജ്യം നമ്മൾ പറയുന്ന ഒരു 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 സംഗതി ഉണ്ടാക്കി, ഖിലാഫത്ത്. അതിന് സാർ കോൺഗ്രസിനകത്ത് ഇത് വളരെ പ്രബലമായ ഗ്രൂപ്പല്ലേ, എന്താ സംശയമുള്ളത്? അത് ചരിത്രപരമായ പിൻബലമില്ലേ? സാർ ആലോചിച്ച് നോക്കൂ. ഞാൻ ഈ കോൺഗ്രസിൻ്റെ ചരിത്രം വായിച്ചു നോക്കുമ്പോൾ എനിക്ക് അത്ഭുതത്തോടെ കണ്ടൊരു കാര്യം, കോൺഗ്രസിൻ്റെ ഇതപര്യന്തമുള്ള പ്രസിഡന്റുമാരെ പരിഗണിക്കുമ്പോൾ എല്ലാ യോഗ്യതയും ഉണ്ടായിട്ടും പ്രസിഡന്റുമാരാകാതെ പോയ 2 പേരുണ്ട്. ഒരാൾ അങ്ങ് വടക്കും, ഒരാൾ ഇങ്ങ് തെക്കും. സാറിന് അറിയാലോ, ഞാൻ അറിയാം. ഒന്ന് ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ, 2 ഇവിടെ മുഹമ്മദ് അബ്ദുറഹ്മാൻ. എന്തുകൊണ്ടാവാതെ പോയത്? അതിനകത്ത് ജാതി യുദ്ധം നടക്കുകയാണ്, സമുദായ യുദ്ധം എന്ന് ഒരിക്കലും അടങ്ങിയിട്ടില്ലാത്ത ഒരു മതേതര പാർട്ടിയുടെ പേരാണല്ലോ കോൺഗ്രസ് എന്ന് പറയുന്നത്. അത് ശരിയാ. മുഹമ്മദ് അബ്ദുറഹ്മാനെയൊക്കെ കോൺഗ്രസിന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം അദ്ദേഹം പിന്നീട് ഇടതുപക്ഷത്തേക്ക് നീങ്ങി. അതെ, ഇടതുപക്ഷമായിരുന്നു, ഫോർവേഡ് ബ്ലോക്ക് പാർട്ടി ഉണ്ടാക്കി ഒക്കെ ശരി. അപ്പോൾ ഈ കാര്യം, അപ്പോൾ ഒരു മുസ്ലിം സാമ്രാജ്യം അതിനകത്ത് രൂപപ്പെടുത്തിയിട്ട് ഒരു പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാനും ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്ന വാദം. ഒരു ചോദ്യമുണ്ട്, അങ്ങനെ മുഹമ്മദ് അബ്ദുറഹ്മാനെ പോലുള്ള ആളുകൾക്കൊക്കെ കഴിയാത്തൊരു സാമ്രാജ്യം ഷാഫി പറമ്പിലിന് എങ്ങനെ കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞു? മുസ്ലിം സാമ്രാജ്യം എന്ന് പറയാൻ പറ്റില്ല, കാരണം മാങ്കൂട്ടം അതിൽ പെടില്ല. അല്ലല്ല, ഞാൻ പറയുന്നത് ഈ ഷാഫിയെ പ്രൊമോട്ട് ചെയ്യാൻ സാധ്യതയുള്ളൊരു ഗ്രൂപ്പ്, അതിന് പല കാരണങ്ങളുണ്ടാവുമല്ലോ ഓരോ കാലത്തും. അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ അനുയായികൾ ഒക്കെ വളരെ പ്രധാനപ്പെട്ടവരൊക്കെ ഒന്നും വളരെ അടുത്ത് നിന്ന ആളുകൾ, ഇപ്പോൾ MP നാരായണ മേനോനെ പേരുള്ളവരൊന്നും ജാതി നോക്കിയിട്ടല്ലല്ലോ. പക്ഷേ അബ്ദുറഹ്മാനെ എൻ്റെ ഒരു വീര പരാക്രമം, അദ്ദേഹത്തിൻ്റെ നേതൃത്വം അംഗീകരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഷാഫിയുടെ ഒരു കേസ് അതാണ്. അങ്ങനെ വരുമ്പോൾ അതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. എന്തുകൊണ്ട് അബ്ദുറഹ്മാന് സാധിക്കാത്തത് ഷാഫിക്ക് സാധിക്കുമെന്ന് വെച്ചാൽ കാലം മാറി സാർ. കാലം മാറി. നരേന്ദ്രമോദി ഭരിക്കുന്നുണ്ട്. നരേന്ദ്രമോദി ഭരിക്കുന്ന കാലത്ത് ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്ന ഒരു സ്കോപ്പ് ഉണ്ടല്ലോ, ഒരു ക്യാമ്പയിൻ മെറ്റീരിയൽ ആണത്. കേരളത്തിലെ സ്കോപ്പ് ഉണ്ട്, മാറിയ കേരളത്തിൽ. അപ്പോൾ അതൊക്കെ സാധ്യത കണ്ടുകൊണ്ടാവണം. നമ്മളിപ്പോൾ നമ്മുടെ മാത്രം ഭാവനയില്ല, സാധ്യത പറയുകയാണ്. മാത്രമല്ല, കോൺഗ്രസിന് ഈ ഹിന്ദുത്വം എന്ന് പറഞ്ഞ സാധനം പോയല്ലോ. അതെ, എല്ലായിടത്തും ഒരു മുസ്ലിം മണ്ഡലങ്ങളിൽ കൂടിയാണ് ബീഹാറിൽ യാത്ര രാഹുലിന്റെ. അല്ല, ഇവരുടെ അജണ്ടയൊക്കെ എടുത്തു നോക്കൂ. അജണ്ടയൊക്കെ അതല്ലേ, മുസ്ലിം ഒരു ഐഡന്റിറ്റി പൊളിറ്റിക്സ് ആണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ഗാസ, ഫലസ്തീനൊക്കെ. ഇപ്പോൾ ഒടുവിലത്തെ ഒരു ഇഷ്യൂ എന്താണ് സാർ ഇങ്ങനെ സംഭവിക്കുന്നത്? ആ ഒരു മൂവ്മെന്റ് ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെടുന്നു എന്ന് വെച്ചാൽ ഷാഫി മൂവ്മെന്റ് പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഘടകം. ഇനി അത് സാധ്യമല്ല. പകരം മാങ്കൂട്ടത്തിന് അടികിട്ടിയതോടുകൂടി ഷാഫി പറമ്പിലിന്റെ ഖിലാഫത്ത് അവസാനിക്കുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം സാറ് പറഞ്ഞ് ഇതിനാലോചിച്ച് നോക്കൂ, ഈ ഷാഫി പറമ്പിലും കൂട്ടരും
വളർത്തിക്കൊണ്ടുവന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒടുവിലെത്തി നിൽക്കുന്ന പോസ്റ്റ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലല്ലോ. അത് ഹൂ കെയേഴ്സ്? അവർ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കട്ടെ, അഖിലേന്ത്യാ പ്രസിഡന്റ് ആക്കട്ടെ, അതൊന്നും ഈ കേരളത്തിന്റെ പ്രശ്നമല്ലല്ലോ. കേരളത്തിലെ പെൺകുട്ടികളെ വലിയ തോതിൽ ചൂഷണം ചെയ്യുന്ന ഒരു നേതാവിന് ഒടുവിൽ കൊടുത്ത ജനകീയ അംഗീകാരം ഏതാണ്? അത് MLA ഷിപ്പല്ലേ? അത് രാജിവെച്ചല്ലേ ജനങ്ങളോട് മാതൃക കാണിക്കേണ്ടത്? സംഭവിക്കാൻ പോകുന്ന കാര്യം ഇന്നലെ VD സതീശന്റെ ശരീരഭാഷ മറ്റൊന്നാണ്. അപാരമായ സ്ഥാനം 2 ദിവസം കൊണ്ട് രാജിവെക്കെന്ന് പറഞ്ഞു. ഇപ്പൊ മുരളീധരനെതിരാണ്. രമേശ് ചെന്നിത്തല ഇയാൾ രാജിവെക്കണം എന്നുള്ളത് AICC അറിയിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ അൻവറിനെ ഫിനിഷ് ചെയ്തതോടെ VD സതീശന്റെ ഇമേജ് കോൺഗ്രസിനകത്ത് വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട്. രണ്ടാമതൊരിക്കൽ കൂടി ഷാഫി പറമ്പിൽ യുഗം അവസാനിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിനെ രാജിവെപ്പിക്കുകയും ചെയ്താൽ സതീശൻ വളരെ 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 ഉന്നതിയിലെത്തും. സതീശൻ പറയാൻ പോകുന്ന മറുപടി എനിക്ക് വളരെ ബോധിച്ചു. ഇന്നലെ വരെ ഞാനും സാറൊക്കെ പറഞ്ഞതാണ്, രാഹുൽ മാങ്കൂട്ടത്തിന് MLA സ്ഥാനം രാജിവെക്കണമെന്ന് പറയാൻ കേരളത്തിലെ LDFന് ധാർമ്മികമായ അർഹതയുണ്ടോ എന്നാണ്. അത് LDFനെതിരായി നമ്മൾ ചോദിക്കുകയല്ല, നാളെ മുതൽ കോൺഗ്രസ് ചോദിക്കും. ഞങ്ങളുടെ മാതൃക ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ജനങ്ങൾക്ക് മുമ്പിൽ ഏറ്റവും ജനകീയമായൊരു മാതൃക, ധാർമ്മികമായ മാതൃക ഞങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കാനുള്ള ഒരു രാഷ്ട്രീയമായ ഔന്നത്യത്തിലേക്ക് കോൺഗ്രസ് മണിക്കൂറുകൾക്കകം വളരാൻ പോകുന്നു എന്നതാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഇഷ്യൂവിൻ്റെ ഏറ്റവും ഒടുവിലത്തെ എപ്പിസോഡ്. ബാക്കി നമുക്ക് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.